വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് PMC നടപ്പാക്കുകയാണെങ്കിൽ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കില്ല എന്നാ പറഞ്ഞത്. അല്ല, അതുകൂടി പരിശോധിച്ചല്ലോ. അപ്പൊ അതിന്റെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് തന്നെ അതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിയമപരമായി അല്ല, എതിർപ്പ് വന്നപ്പോൾ ഞങ്ങൾ നിലപാട് സ്വീകരിച്ചല്ലോ. ഇപ്പൊ എതിർപ്പില്ലേ? നിങ്ങൾ ഇതുവരെ എതിർപ്പ് ഇപ്പൊ എതിർപ്പില്ല. കാരണം എന്താ? എതിർപ്പ് ഒരു നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നില്ല. എതിർപ്പ് കേവലം ഭരണം കിട്ടാൻ വേണ്ടിയുള്ളതായിരുന്നു. എതിർപ്പ് കേവലം ഒരു വർഗീയ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് മതന്യൂനപക്ഷങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു. ഇപ്പൊ അത് വ്യക്തമായില്ലേ? ഇപ്പൊ വ്യക്തമായല്ലോ. അറബിക്കടലും പറ്റിപ്പോയി, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്തും പറയുന്നായി. ഇപ്പൊ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമല്ലേ ഈ വഖഫി കാണുന്നത്. ഇതുപോലെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടിക്ക് എങ്ങനെ ആ പേര് പേരാൻ പറ്റൂ? നീ യഥാർത്ഥത്തിൽ അവരാലോചിക്കേണ്ടതല്ലേ? അത് ഒരു ലിമിറ്റഡ് കമ്പനി അല്ലേ? ഇത് ഒരു ചെറിയ വഖഫ് ബോർഡിൽ അവരുടെ 2-3 പേരെ വയ്ക്കണം. അതിന് മുസ്ലിം താല്പര്യം പോയാലും കുഴപ്പമില്ല. തൽക്കാലം ഞങ്ങളുടെ ഇഷ്ടക്കാരെ വെച്ചാൽ മതി എന്നല്ലേ? വന്ദേ മാതരം പാടാൻ പൂർണ്ണമായിട്ട് എഴുന്നേറ്റ് ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ. ഇപ്പൊ നോക്ക്, എല്ലാ യൂണിവേഴ്സിറ്റികളിലും പോയിട്ട് മുഖ്യമന്ത്രി ഒരു കമാന്ന് ലക്ഷം വേണ്ടിയിട്ടുണ്ടോ? 2 വൈസ് ചാൻസലർമാരെ താൽക്കാലികമായി വെച്ചില്ലേ? ഗവൺമെന്റുമായിട്ട് ഒരു കൂടിയാലോചന ഇല്ല. ഒരു പ്രതിഷേധം, ഒരു മർമ്മരം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായോ? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ത് പറഞ്ഞു? ഗുസ്തി പിടിക്കാനില്ല എന്ന് പറഞ്ഞു. ലീഗിന്റെ ഏതെങ്കിലും ആളുകൾ പറഞ്ഞോ ഇത് ചെയ്യുമ്പോൾ തെറ്റാണ്? ഇപ്പൊ അക്കാഡമിക് ബോഡിയിലൊക്കെ ആരോ വെച്ചിരിക്കുന്നത്? ഒരു വാക്കെങ്കിലും പറയണ്ടേ? ഒരു വാചകം, ഒരു മർമ്മരം പോലെങ്കിലും. ഇതുപോലെ വിധേയമായി പോയൊരു കാലമുണ്ടോ കേരളത്തിൽ? ശരിക്കും വേണുഗോപാൽ പറഞ്ഞതല്ലേ ശരി? BJP ഭരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത്രയും കാര്യം ഇങ്ങനെ വേദന നടക്കുമോ കേരളത്തിൽ? ഈ നമ്മള് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്ന ഒരു നേതാവാണ്. ഈ KSU പ്രസിഡന്റിനെ അവഗണിച്ച ദൃശ്യങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇത് ഒരു പ്രവർത്തകൻ എന്നുള്ളതാണ് എങ്ങനെയാണ്? അല്ല, അതെല്ലാം ഓരോരുത്തരുടെ രീതിയാണല്ലോ. ഇപ്പൊ മുഖ്യമന്ത്രിക്ക് ഒരു പ്രയോറിറ്റി അനുസരിച്ചാണ് അദ്ദേഹം കാണുക. അത് ചിലപ്പോ ഹിന്ദു ഐക്യവേദിയുടെ ആള്, ശശികല, ഇങ്ങനെയുള്ള ആളുകൾക്ക് കാണാം. അല്ലെങ്കിൽ പിന്നെ താല്പര്യമുള്ള ആളുകളെ കാണാം. ഇത് നിയാസിന് നിങ്ങളുടെ കോഴിക്കോട് നിങ്ങൾ എന്താ കണ്ടപ്പെടാത്ത? നിയാസിന് ഇതുവരെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടില്ല എന്നല്ലേ പറയുന്നത്? ഇവിടെ നിന്നല്ലേ, കോഴിക്കോട്ടുകാരല്ലേ? ഇതുവരെ ഒരു അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് നിങ്ങൾ എഴുതിയത്, മാധ്യമങ്ങൾ പറഞ്ഞാണ്. ഞാൻ ചോദിച്ചിട്ടില്ല അദ്ദേഹത്തോട്. ആരും വിഷയിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ വസ്തുതയായിരിക്കും. ഇപ്പൊ നിയാസിന് കിട്ടില്ല, ശശികലയ്ക്ക് കിട്ടും. അലോഷ്യസിന് കിട്ടുന്നില്ല, ശശികലയ്ക്കും ബാബുവിനും കിട്ടും. അപ്പോ പരവതാനി വിരിച്ചു കൊടുക്കുമ്പോൾ ആർക്കാണ്? ഇത് പൊതുസമൂഹത്തിൽ ഉയർന്ന ഒരു ചോദ്യമാണ്. പിന്നെ അദ്ദേഹത്തിന് തീരുമാനിക്കുക ആരെ കാണണം എന്നുള്ളൂ. മുഖ്യമന്ത്രിയല്ലേ, അപ്പോയിന്റ്മെന്റ് അദ്ദേഹമാണ്, അദ്ദേഹത്തിന്റെ ഓഫീസാണ് കൊടുക്കുന്നത്. പക്ഷേ കേരളത്തിൽ ഇപ്പൊ എന്താ നടക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് സ്വയം ചോദിക്കുമ്പോൾ നന്നായിരിക്കും. ഇപ്പൊ എന്താ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഏത് പ്രശ്നം നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പൊ ടാറ്റാനെ കണ്ടില്ലേ? എന്തൊക്കെയാ കേരളത്തിൽ നടക്കുന്നത്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ വളരെ സൗഹാർദ്ദത്തിൽ പറഞ്ഞു അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണം. പ്രതിപക്ഷ നേതാവിന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. അതിൻ്റെയാണ് ശരീരം. ഇത്രയും ഞാൻ പറഞ്ഞല്ലോ. അതിന് അദ്ദേഹം എന്നെ ബുദ്ധിജീവിയാക്കി. ഞങ്ങളെല്ലാം ഈ സമരം ചെയ്തും തെരുവിൽ കിടന്നൊക്കെ വന്നിട്ടുള്ള ആളുകളാണ്. ഏരിക്കിടന്നും അടികൊണ്ടൊക്കെ തന്നെ വന്നിട്ടുള്ള ആളുകളാണ്. അദ്ദേഹം ഏറ്റവും ചുരുങ്ങിയ ബുദ്ധി വേണ്ട മുഖ്യമന്ത്രിയുടെ. നമ്മൾ എന്ത് എപ്പോ എങ്ങനെ പറയണം. ഇതിൽ ഇപ്പൊ ടാറ്റയുടെ 10,000 കോടി നിക്ഷേപം ഞാൻ സത്യത്തിൽ ആദ്യം കേട്ടപ്പോൾ സന്തോഷിച്ചു. നന്നായിരിക്കും. നമ്മുടെയൊക്കെ ഒരു ശ്രമത്തിന്റെ തുടർച്ചയിൽ അത് ഇല്ലെങ്കിലും വേണ്ട. അദ്ദേഹത്തിന് പെട്ടെന്ന് അദ്ദേഹം മുഖ്യമന്ത്രി ആയതോടുകൂടി ഞങ്ങൾ അങ്ങോട്ട് പോയി കണ്ട ടാറ്റ ഇങ്ങോട്ട് അപേക്ഷയായിട്ട് വന്ന് കേരളത്തിൽ VD സതീശൻ മുഖ്യമന്ത്രി ആയല്ലോ, ഞങ്ങൾ 10,000 കോടി നിക്ഷേപിക്കുക എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മളെല്ലാവരും പിന്തുണയ്ക്കണമെന്നല്ലേ കാണുക. അതുകൊണ്ടാണല്ലോ ശരിക്കും പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം നിങ്ങൾ കേട്ടില്ല. മുഖ്യമന്ത്രിയെക്കാളും എത്രയോ പക്വതയോടുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത്. ഏതാണ് ശരിയെന്ന് അറിയട്ടെ, എന്നിട്ട് പറയാം. നിങ്ങളാ ഇവരുടെ അഭിമുഖം ബ്ലൂബർഗിൽ വന്ന് ശ്രദ്ധിച്ചില്ലേ? ആദ്യ ഭാഗം നിങ്ങൾ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് അതിന്റെ തുടക്കത്തിൽ വിഴിഞ്ഞത്തെ കുറിച്ചാണ് പറയുന്നത്. വിഴിഞ്ഞത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത് അവർ ഞങ്ങൾ അറിയിച്ചിരുന്നില്ല, അറിയിക്കാതെ അവർ MOU ഒപ്പുവെച്ചു. അത് ഞാൻ കേൾപ്പിക്കുന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. MOU ഒപ്പുവെച്ചു. അത് ഞങ്ങൾ അറിയിക്കേണ്ടതായിരുന്നു. ഞങ്ങൾ പറഞ്ഞപ്പോൾ അവർ കത്ത് തന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ വേറെ കത്ത് തന്നു. പ്രശ്നമില്ല. ഇതാണ് അദ്ദേഹം പറയണത്.